ഹലോ, ഞാനത് വീണ്ടും എത്തി. ഇത് ഡേ 2 ആണേ. ഞങ്ങളുടെ സേലം ടു തിരുപ്പതി ട്രിപ്പ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ 12:30 ആയപ്പോഴത്തേക്കും സേലം എത്തി. എന്നിട്ട് രാവിലെ എണിച്ച് കുളിയും വെളുത്തിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ പോയ സ്ഥലം വേറെ ദൂരോട്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഇറങ്ങി അടുത്ത ബിൽഡിങ്ങിലോട്ടാണ്. അവിടെയുണ്ട് ഞങ്ങളുടെ സ്ഥിരം A to B. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലം. ഇതൊരു ഷോപ്പിംഗ് മാർട്ടൊക്കെയുള്ള ഏരിയ. അതിൻ്റെ പേര് പാം റെസിഡൻസി ആണ് കേട്ടോ. ഈ സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചത് ഞങ്ങളുടെ ഫസ്റ്റ് തിരുപ്പതി ട്രിപ്പിനാണ്. അപ്പോൾ ഞങ്ങൾ കയറി A to Bയിൽ ഏട്ടനും കുഞ്ഞും ഓർഡർ ചെയ്തിട്ട് ഒരു ഇഡ്ഡലി സെറ്റ്, ഒരു പൂരി മസാല, പിന്നെ ഞാൻ മിനി ടിഫിനായിട്ട് ഓർഡർ ചെയ്തത്. പിന്നെ നമുക്ക് പിന്നെ തമിഴ്നാട് സ്റ്റൈലിലോട്ട് കയറുമ്പോൾ തന്നെ മിനി ടിഫിനാണല്ലോ. എനിക്ക് ഈ പൊങ്കലും വടയും കേസരിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടാരുടെ എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടല്ലോ. ചട്നി ആണെങ്കിലും ഈ പൂരി മസാലൻ്റെ കൂടെ കിട്ടുന്ന മസാല ആണെങ്കിലും ഇത് വേറൊരു ടേസ്റ്റാട്ടോ. നല്ല സൂപ്പർ അടിപൊളിയാണ്. എനിക്കത് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാലും എത്ര ട്രൈ ചെയ്താലും ഇവരുടെ ആ ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷേ അത് ചില കുക്കുമാരുടെ കൈപ്പുണ്യാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ A to Bയിലും അത് കിട്ടൂല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിപ്പൊക്കെ കഴിഞ്ഞു. ഏട്ടൻ ബില്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ടുപേരും പുറത്ത് ഷോപ്പിംഗ് ഏരിയയിലൊക്കെ പോയി. അവിടെ കുറച്ച് പ്ലസ് ടോയ്സിൻ്റെയും പിന്നെ കുറച്ച് ചീപ്പ് ഡിസ്കൗണ്ട് പ്രൈസിൽ ടീഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് നോക്കാം ആൾക്കൊന്ന് മേടിക്കാനായിട്ട്. അപ്പോൾ ഏട്ടൻ സെലക്ടൊക്കെ ചെയ്ത് മേടിച്ച് വരുന്ന ആ ഗ്യാപ്പിൽ ഞാനാരും സോഫയിലൊക്കെ ഇരുന്നിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായിട്ട് യാത്ര തുടങ്ങി. ഇനി പോകുന്നത് തിരുപ്പതിയിലോട്ടാണ്. ഞാൻ വ്ളോഗിന് വേണ്ടി വീഡിയോ എടുക്കാൻ മൊബൈൽ എടുത്തപ്പോഴത്തേക്ക് ഒരാൾക്ക് ഇൻട്രോ പറയണമെന്ന്. അപ്പോൾ കേൾക്കാം. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കിട്ടിയ ഒന്നൊന്നര പണിയാണ്. ഗൂഗിൾ മാപ്പ് തെറ്റിച്ചു. സേലം ടൗൺ തുടങ്ങുമ്പോൾ തന്നെ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. 5 റോഡ്സ് എന്തോ കണക്ട് ആവുന്ന ഫ്ലൈ ഓവറാണ്. ഞങ്ങൾ ആ വഴി എപ്പോൾ വന്നാലും ആ ഫ്ലൈ ഓവർ കൂടെ ഒരു 2 ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനക്കേടാണ്. കാരണം ഗൂഗിൾ മാപ്പാണ് എപ്പോൾ നോക്കിയാലും തെറ്റിക്കൊണ്ട്. അതേപോലെ തന്നെ ഈ പ്രാവശ്യവും തെറ്റിച്ചു. ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തി ഒരു ചേട്ടൻ്റെ അടുത്ത് വഴി പറയുമ്പോൾ ആ ചേട്ടൻ തെറ്റായ വഴി പറഞ്ഞു തന്നു. എന്നിട്ട് ഞങ്ങൾ ആ വഴി പോയി തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യം കാണുന്ന ഈ വിഷ്വലാട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അല്ലാണ്ട് ഞങ്ങളുടെ മൈൻഡിലുണ്ടായിരുന്നത് NH റോഡ്, പക്ക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രൈ ഏരിയ, ഒന്നും കണ്ണിനും മനസ്സിനും കാണാൻ കുളിർമയായിട്ടൊന്നുമില്ല, എപ്പോഴും കണ്ടുപോകുന്ന ഇതല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഒന്നും തന്നെ പിടിക്കാനായിട്ടില്ലല്ലോ, എപ്പോഴും എനിക്ക് തന്നെ പറയാനൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ ഈ വഴി വന്നപ്പോഴത്തേക്കും നല്ലൊരു സുഖമുള്ള കാഴ്ചകളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നേ മഴ അങ്ങ് തുടങ്ങി. ഓർക്കപ്പുറത്ത് കിട്ടിയ മഴ. പിന്നെ കണ്ടല്ലോ ഇതൊരു ഹില്ലി ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് NHൻ്റെ പണി തന്നെയാണെന്ന് തോന്നുന്നു, റോഡ് പണി നടത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കുഴിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ മുമ്പിൽ പോകുന്ന കണ്ടോ 2 കപ്പിൾസ് മഴയത്ത് നനഞ്ഞ്, ഹെൽമെറ്റൊന്നും വെച്ചിട്ടില്ല, ജാക്കറ്റില്ല, ഒന്നുമില്ല. ഒരു വ്യൂ ഉണ്ടല്ലോ, അത് അപാര വ്യൂ ആയിരുന്നു കേട്ടോ. മലയും ഈ ഏരിയ ആക്ച്വലി ഏലഗിരി എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ബോർഡൊക്കെ എന്തോ കണ്ട പോലെ എനിക്ക് തോന്നി. അവിടെ ഞങ്ങൾക്ക് കിട്ടിയ പണിയുണ്ടല്ലോ, ഒരു ബസ്സുകാരൻ ഞങ്ങളുടെ കാറിൻ്റെ മേത്ത് ഫുൾ
ചെടി തെറിപ്പിച്ചങ്ങ് പോയി. അതും കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോഴത്തേക്കും ദേ പിടിക്കണം ടോളേ. ആ ടോളിൽ വെച്ചാണ് ഞങ്ങളിത് റോക്കി പായനെ കണ്ടത്. അത് കണ്ടപ്പോഴത്തേക്കും മനസ്സിലൊന്ന് സമാധാനമായി. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ നമുക്ക് ആക്ച്വലി ഏട്ടൻ്റെ മൈൻഡ് ഓഫ് ആയപ്പോഴത്തേക്കും എന്നാലും ആളൊന്ന് കാണിക്കില്ലേ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ നോർമൽ ഇതൊക്കെ ആയിട്ട് ഇരുന്നു. പക്ഷെ എന്നാലും നമുക്കറിയാലോ. പിന്നെ ആര്യക്കുട്ടീൻ്റെ ഉറങ്ങേണ്ട സമയമായി കഴിഞ്ഞിട്ട് ഉറങ്ങാണ്ട് മൊബൈലും പിടിച്ച് ഇരിക്കുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ യാത്രകൾ പറയാനുള്ള എനിക്ക് നമ്മുടെ ഈ കാറിലുള്ള കുറച്ച് സ്പേഷ്യസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് അതിനു വേണ്ടി ഞാൻ ഈ നമ്മുടെ ഷോൾഡറിൽ തൂക്കാൻ പറ്റുന്ന ഒരു ബാഗില്ലേ, ആ ബാഗ് ഇങ്ങനെ വയറ്റിലോട്ട് കെട്ടി വെച്ചേക്കും. എന്നിട്ട് മൊബൈലും ട്രൈപോഡൊക്കെ സ്റ്റാൻഡാക്കി വെക്കണം. അതൊരു നല്ല ഇത് തന്നെയായിരുന്നു. പിന്നെയും മുമ്പോട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കിട്ടിയതാണ് ഇനിയൊരു ടോള്. ആ ടോളിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ ടോളിൽ ഒരു ആംബുലൻസ്, ഒരു ക്രെയിൻ, ഒരു ജീപ്പ്, പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ ചെറിയ കടകളൊക്കെ നിർത്തി. കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊന്ന് മടുത്തു. അപ്പോൾ ഏട്ടനുണ്ടല്ലോ കാറൊന്ന് ക്ലീൻ ചെയ്തേക്കാം, കാരണം ഗ്ലാസ്സിന് പുറത്ത് മൊത്തം ചെളിയായിരിക്കുകയാണ്. അപ്പോൾ ആൾക്കൊരു സമാധാനക്കേട്, ഒരു വിഷമമൊക്കെ നമ്മുടെ ആസെറ്റിന് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഇതിനുണ്ടല്ലോ. അപ്പോൾ ഏട്ടൻ പോയി അത് ക്ലീൻ ചെയ്യുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോഴത്തേക്കും ഇത് ടൗൺ വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടൗണിൻ്റെ അകത്തു നിന്നൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബോറടിച്ചു. കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ ഈ വഴി പോകുമ്പോൾ ആകാംക്ഷ തോന്നിയത് ഹാരൂനാട്ടോ. ഹാരൂന് മലകളും പിന്നെ ട്രെയിനും ലോഡ് ട്രെയിനും അതൊക്കെ കാണാനുള്ള ഇത് കിട്ടി. അപ്പോൾ സാധാരണ നമ്മൾ NH വഴി പോകുമ്പോൾ അതൊന്നും കാണാൻ കിട്ടാറില്ലല്ലോ. അപ്പോൾ ഇത് അവൾക്ക് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഇതായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ കിടന്ന് നല്ല ഉറക്കമായിട്ടോ. എന്നിട്ട് ഞങ്ങൾ വന്യമ്പാടി എത്തി. വന്യമ്പാടിയിൽ അപ്പോഴത്തേക്ക് നന്നായിട്ട് വിശന്നിട്ട് ഗൂഗിൾ മാപ്പ് വീണ്ടും ട്രസ്റ്റ് ചെയ്ത് ഞങ്ങൾ എങ്ങനെയോ A to Bയിൽ എത്തി. ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഏതോ ഒരു 1-2 പ്രാവശ്യം അല്ലാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പ് 5 ദിവസമായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ A to Bയിൽ നിന്ന് തന്നെയാണ് കഴിക്കാം എന്ന് ആലോചിച്ചത്. പിന്നെ ഞങ്ങളകത്തൊക്കെ കയറി ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും കുറുമയുമാണ്. അതിൻ്റെ കൂടെ ആര്യക്കുട്ടിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ആളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തു. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചില്ലി ചിക്കനല്ല, ചില്ലി ഗോബി, അതൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പക്ഷേ ഏട്ടൻ പറഞ്ഞു പൊറോട്ട നമ്മുടെ നാട്ടിലത്തെ പൊറോട്ട അല്ല, കുറച്ച് കട്ടിയാണ്, ചിലപ്പോൾ ഡൈജസ്റ്റ് ആവാൻ കുറച്ച് പാടാവും, അതുകൊണ്ട് രാത്രിത്തേക്ക് ഫുഡ് വേണ്ടി വരില്ലായിരിക്കും എന്നൊക്കെ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയൊരു ഷോക്ക്. ഞങ്ങൾ എത്രയും പ്രാവശ്യം A to Bയിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ചാർജസ് ഉണ്ടായിരുന്നുള്ളൂ, കത്തി ചാർജസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ വന്യമ്പാടിയിലുള്ള ആ A to B. ഇതിന് മുമ്പ് ഏതൊരു പ്രാവശ്യവും ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് ലഹളയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങേണ്ടി വന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചതും കുടിക്കാൻ ഇല്ലെന്ന്. പിന്നെ ഉണ്ടല്ലേ ഇവിടുത്തെ സാമ്പാർ എനിക്ക് തീരെ ഇഷ്ടമായില്ല. അതിൽ മറ്റേ റാഡിഷ് ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും റാഡിഷ് ഇട്ട് സാമ്പാർ ഇഷ്ടമുണ്ട്? എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ അവിടെ വിധമായിട്ട് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഷുഗർ കട്ട് ഡയറ്റിലായതുകൊണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. ചുമ്മാ ഫോട്ടോ എടുത്തിരിക്കാം. ഇതാട്ടോ ബില്ല്, 740 റുപ്പീസ്. ഒരു ഗോബി മഞ്ചൂരിയന് 255. ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മുടെ നാട്ടിലൊരു ഗോബി മഞ്ചൂരിയനൊക്കെ എത്രയായിരിക്കും. പിന്നെ ഞങ്ങളുടെ യാത്ര അങ്ങ് തുടങ്ങി. ഈ വഴി വന്നുകൊണ്ടാണ് തോന്നുട്ടോ നല്ല കളർഫുള്ളായിട്ട് തോന്നി. ഗ്രീനറീസും അതിൽ കുറച്ച് വണ്ടികളുടെ കളേഴ്സും. ഇപ്പോൾ തന്നെ റെഡ് കാറും യെല്ലോ ബോർഡറും ഗ്രീൻ സെപ്പറേറ്റും വൈറ്റും ബ്ലാക്ക് റോഡും ഒക്കെ കാണാൻ ഒരു പ്രത്യേകത ഭംഗിയില്ലേ? എനിക്കിത് ഭയങ്കര അട്രാക്റ്റഡ് ഉണ്ടോ. പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വഴിയിൽ നന്നായിട്ട് മഴ കിട്ടി കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡിന്നറിൻ്റെ സമയമായപ്പോഴത്തേക്കും എത്താറായി ഓൾമോസ്റ്റ് തിരുപ്പതി. അപ്പോൾ വീണ്ടും അവിടുത്തെ ഒരു A to Bയിൽ കയറി. അവിടുത്തെ അന്നത്തെ സ്പെഷ്യലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങളവിടെ പാർസലൊക്കെ പറഞ്ഞ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഗ്യാപ്പിൽ ഒരാൾക്ക് പാനിപ്പൂരി കഴിക്കണമെന്ന് പറഞ്ഞ് അപ്പോഴടുത്ത് ഭയങ്കര ലഹളയൊക്കെ ആയിരുന്നു. അവസാനം എങ്ങനെയോ എന്നെ കൊണ്ട് പോയി ആൾ ഒപ്പിച്ചു. എന്നിട്ട്
അപ്പോൾ പാനിപ്പൂരി കൊടുക്കുന്ന സമയത്തും എൻ്റെ പേരാണെങ്കിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുക, ഒരു പാനിപ്പൂരി അവരുടെ മുമ്പിൽ എന്നിട്ട് പാനിപ്പൂരി കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു അമ്മക്കത്തിൽ ഞാനും ഒരെണ്ണം, ഒന്നോ രണ്ടെണ്ണം അമക്കിക്കല്ലോ. നമ്മുടെ കയ്യിലാണോ അതൊക്കെ വിടുന്നത്? പാനിപ്പൂരി വേണേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുമ്പോട്ട് ഓൾമോസ്റ്റ് എത്താറായി. ഇനി ഒരു 10 കിലോമീറ്റേഴ്സ് അതെന്തേ ഉണ്ടായുള്ളൂ തിരുപ്പതിയിലോട്ട്. അങ്ങനെ ഞങ്ങൾ തിരുപ്പതി എത്തി, റൂമിൽ കയറി ഫ്രഷനപ്പൊക്കെ ആയി. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.